സോ ഗായ്സ്, ഇന്ന് ഭാഗ്യയുടെ ബർത്ത്ഡേ ആണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നല്ല, നാളെ. അതായത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ദിവസം തന്നെ പിറ്റേന്ന് നമ്മളൊരു ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നത്. വീട്ടിലെത്തിയപ്പം മധുരക്കിഴങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കലത്തപ്പം ഉണ്ടാക്കുന്ന പരിപാടിയിലായിരുന്നു. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഇതെന്തിനാ ഇതൊക്കെ വീഡിയോ എടുക്കുന്നതൊക്കെ. സാധാരണ അങ്ങനെയൊന്നും വീഡിയോ എടുക്കാറില്ല. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് കുക്കിംഗ് വ്ളോഗ് ചെയ്യുന്നത്. ആ ഒരു സംശയമാണ് സംഭവം. അതിന്റെ ടെക്സ്ചർ നല്ല ഇതായിട്ടുണ്ട്, സോഫ്റ്റ് ആണ്. അതേപോലെ തന്നെ എന്താ പറയാ, തിന്നാനും ടേസ്റ്റ് ഉണ്ട്. അതിന്റെ എന്താ പറയാ, ഇത്തിരി ഒന്നും ഇങ്ങനെ അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ടേസ്റ്റ് അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ നൈസായിട്ട് ഈ ഒരു കേക്ക് എങ്ങനെയെങ്കിലും ഫ്രിഡ്ജിൽ എത്തിക്കാനുള്ള പ്ലാനിലായിരുന്നു. ഇഗ്നോർ ദ ബിഹൈൻഡ് സീൻസ്. സീറ്റിൻ്റെ ഇടയിൽ പല സാധനങ്ങളും ഉണ്ടാകും. നമ്മൾ കടയിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ സ്പെയർ വെഹിക്കിളാണത്. അച്ഛൻ്റെ ഇളനീ ഷോപ്പിലേക്ക് കൊണ്ടുവന്ന തേങ്ങേൻ്റെ സഞ്ചി ഒതുക്കുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കുക. നമ്മുടെ മെയിൻ വിഷയം ഇതാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഭാഗ്യ കിച്ചണിന് ബാക്കിൽ ഇരുന്നപ്പോൾ ഞാൻ നൈസായിട്ട് തീവിടെ പാത്ത് വെച്ചു. പിന്നെ അകത്ത് ചെന്നപ്പോൾ ഇവർ ഇത് പിന്നെയും ഈ ഒരു കലത്തപ്പം റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവളുടെ അടുത്ത് വീഡിയോ കൊണ്ട് ചെല്ലുമ്പോഴൊക്കെ ഇവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ഇവളെ മനസ്സിലിപ്പോൾ ഒരു ചോദ്യം ബാക്കിയത്, എന്തിനാ ഇതൊക്കെ വ്ളോഗ് എടുക്കുന്നത്. അങ്ങനെ ആ കലത്തപ്പ ശ്രമ വിശേഷണം പുറത്തെടുത്തു. പിന്നെ ചേച്ചി എൻ്റെ എന്താ പറയുക സർപ്രൈസിനൊരു കട്ടറുമ്പായിക്കൊണ്ട് ചേച്ചി കേക്ക് കൊണ്ടുവന്നു. പിന്നെ ചേച്ചീൻ്റെ സർപ്രൈസ് ആയിരുന്നു. അങ്ങനെ അവൾ തലേ ദിവസം, അതായത് ആദ്യമായിട്ട് എനിക്ക് ഒരാൾ ബർത്ത്ഡേൻ്റെ തലേ ദിവസം കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അത് സെലിബ്രേറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ കൂട്ടത്തോടെ ആ ഒരു കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് തലേ ദിവസം പിറന്നാൾ ആഘോഷിച്ചു. പിറ്റേ ദിവസം ചേച്ചിയുടെ പിള്ളേർക്ക് എക്സാം ഉള്ളതുകൊണ്ട് തലേ ദിവസം വന്നിട്ട് അവരെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കേക്ക് പോയിട്ട് വന്നത്. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു, അവളുടെ മുഖത്തൊക്കെ തേച്ച് വെച്ച് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ല. ലിമിറ്റഡ് ടൈമിൽ നമ്മൾ പറ്റുന്ന രീതിയിൽ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും വിഷൊക്കെ ചെയ്തിട്ട് അങ്ങനെ അവർ പായസം പിറ്റേ ദിവസത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ പിന്നെ തൽക്കാലം കേക്കിൽ ഒതുക്കി. അങ്ങനെ കേക്കൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അവർ പെട്ടെന്ന് ഇറങ്ങുകയാണ് ഉണ്ടായത്. കേക്കൊക്കെ അവർ തന്നെ മെയിനായിട്ട് കഴിച്ചത്, പിള്ളേർ തന്നെയാണ്. പിന്നെ അവിടുത്തെ അമ്മയ്ക്കും കൊടുത്തയച്ചു. അങ്ങനെ പിന്നെ അവർ രാത്രി തന്നെ പിന്നെ തിരിച്ചു പോയി. പിറ്റേ ദിവസം എക്സാം ഉള്ളതുകൊണ്ട് അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്ന് വന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം വീഡിയോ എഡിറ്റൊക്കെ ചെയ്യണം. അങ്ങനെ ഞാനും അവളും കൂടി ഇരുന്നിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അവൾ പോയി 11:50 കറക്റ്റ് 12 മണിക്ക് നമുക്ക് ഭാഗ്യനെ പോയി. ഭാഗ്യം ഓൾറെഡി കിടന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ കുറേ നേരം അവിടെ ലാഗായതാണ്. ഓൺ പർപ്പസ് ലാഗായതാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും ബാക്കി സെറ്റപ്പ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കേക്ക് ഉണ്ട്. കേക്ക് മീൻസ് ചെറിയ കേക്ക്. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ 2 കേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്തിട്ട് വരാം. ആൾ നല്ല ഉറക്കമാണ്. കേക്ക് സെറ്റായിട്ടുണ്ട്. ഇത് 2 നമ്മളെടുത്തത് നമുക്കിനി സെറ്റാക്കാം. മേലെത്തിക്കാം. സമയം 11:57. ഇപ്പോൾ വിളിച്ചാലേ അവൾ എണീക്കും. ബാക്കി സെറ്റപ്പൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഭാഗ്യക്കുട്ടി, ഹലോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹായ്, ഇവിടെ നോക്കൂ, അവിടെ നോക്കൂ. ഹാപ്പി ബർത്ത്ഡേ. ഇവിടെ വരൂ. കമോൺ, ഇവിടെ കമോൺ. ഇവിടേക്ക്
കഴിച്ചോളൂ. കഴിച്ചാ അത് വേണ്ടല്ലോ. സോ നമ്മൾ വർക്ക് കഴിഞ്ഞ് ഇറങ്ങി നേരെ ബാക്കിയുള്ള ഗിഫ്റ്റ്, സർപ്രൈസ് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഹൈലൈറ്റിലേക്ക് പോവാണ്. മേടിച്ചിട്ട് വേണം ഇവിടെ നടക്കാൻ. അങ്ങനെ ഹൈലൈറ്റിലെത്തിയപ്പോൾ അവിടെ എന്തോ നോർമലി ഉണ്ടാവുന്ന പോലെ എന്തോ കോൺസേർട്ടോ അങ്ങനെ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ശ്രമപ്പെട്ടിട്ടാണ് ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. അവള് പോകുന്ന സമയത്തൊക്കെ ആ ഒരു സ്ഥലത്തേക്ക് ഒരു സൈഡ് വലിവ് ഉണ്ടാവാറുണ്ട്. എന്നാലും എന്നോട് ഷോപ്പ് മറന്നുപോയി. അപ്പോൾ 3rd ഫ്ലോറിലെത്തിയ ഒരു സെക്യൂരിറ്റീൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് അങ്ങനെ ഞാൻ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. അപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു, 7 മണി 8 മണിക്ക് ആയിട്ടുണ്ടായി. അങ്ങനെ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് 2 ഗിഫ്റ്റ് വാങ്ങി. അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടോയാണ് വാങ്ങിയത്. പിന്നെ ഞാൻ കേക്ക് ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് പോയിട്ട് അതും മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പിന്നെ നേരെ അത് കാറിൽ വെച്ച് കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. പിന്നുള്ളതാണ് ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. ഇനി അത് വീട്ടിലെത്തിക്കാൻ കുറച്ച് ടാസ്ക്കാണ്. എന്നുവെച്ചാൽ വീട്ടിലല്ല കാർ വെക്കുന്നത്, തൊട്ടടുത്ത വീട്ടിലാണ്. അപ്പം അവിടുന്ന് അങ്ങോട്ട് നടന്ന് പോകണം. കടമ കംപ്ലീറ്റ് ചെയ്തു, സാധനമായി ഇവിടെ എത്തിച്ചു. ഇനി സർപ്രൈസ് ചെയ്യുന്ന കടമയാണ്. അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. ഹാപ്പി ഭാഗ്യം വിചാരിച്ചു ഇത്രയേ ഉള്ളൂ സർപ്രൈസ് എന്ന്. കാരണം ഞാൻ ലേറ്റ് ആയത് ഈ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയതുകൊണ്ടായിരിക്കും അവൾ ഗസ് ചെയ്തു. അങ്ങനെ പിന്നെ അവൾ ആ ഒരു പാക്കറ്റ് പൊട്ടിച്ച് പോയ ആ ഒരു തക്കത്തിന് ഞാൻ നൈസായിട്ട് കേക്ക് പോയി എടുത്തുകൊണ്ട് അത് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു മതിലിൻ്റെ. അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് റൂമിൽ കൊണ്ടുവച്ചു. ഇനിയുള്ളതാണ് എനിക്ക് മാജിക്കൽ എക്സ്പ്രഷൻ. ഇത് ഞാൻ അകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നു. കൊലായിൽ എന്നെയും കാത്തു നിൽക്കുന്ന ബാഗിൻ്റെ പിന്നിൽ നിന്ന് ഞാൻ ഹലോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. കമോൺ കമോൺ, ഇങ്ങോട്ട് വരൂ. പോയില്ലല്ലോ, വായോ. വാ. കട്ടി നീ ഇവിടെ ഇല്ലല്ലോ. അതാണോ വേണ്ടത്? പാവക്കുട്ടിയല്ലേ, ഇതാണ് വേണ്ടത്. ചേച്ചി കൊണ്ടത്, ഇത് ഞാൻ കൊണ്ടുവന്നത്. ഹാപ്പി ബർത്ത്ഡേ ഭാഗ്യ, മൈ ഏഞ്ചൽ. ഇടക്കിടക്ക് ഡെവിളും. ഇതാ തണുത്തോണ്ടായി. സോ ബർത്ത്ഡേകൾ സർപ്രൈസ് ആയോ? ഇപ്പൊ കേക്ക് എന്തായാലും അച്ഛൻ വന്നിട്ട് കട്ട് ചെയ്യാന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഏതായാലും കഴിക്കാം. എന്താ സ്പെഷ്യൽ ഒനിയൻ ഊത്തപ്പം. യെസ്, അങ്ങനെ കഴിച്ചിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മൾ ഒനിയൻ ഊത്തപ്പവും പിന്നെ ചമ്മന്തിയും കൂട്ടി കഴിച്ചു, ഫില്ലായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈകിട്ട് നമ്മൾ അവളുടെ അച്ഛനെയും വിളിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്ന സമയത്ത് നമ്മൾ കേക്ക് കട്ട് ചെയ്തു.
കേക്ക് കെട്ടിയത് എല്ലാവർക്കും നോർമലി കൊടുക്കുന്ന പോലെ തന്നെ എല്ലാവർക്കും കേക്ക് കൊടുത്തു. പിന്നെ ഇന്നലത്തെ പോലെ തന്നെ ഈ സെക്കൻഡ് കേക്ക് കട്ടിങ് ആണ് ഇന്നത്തെ ദിവസം. ഇപ്പോൾ 3 ഒരെണ്ണം ചേച്ചി ഉള്ളത്, ഒരെണ്ണം മിഡ് നൈറ്റ് ഞാൻ കൊടുത്ത ചെറിയ കേക്ക്, പിന്നെ ഇതിപ്പം അല്ലാതെ അങ്ങനെ 3 കേക്ക് കട്ടിങ് ആയില്ലേ. എന്താല്ലേ, അങ്ങനെ കേക്ക് കട്ട് ചെയ്തു, എല്ലാവർക്കും കേക്ക് കൊടുത്തു, സെറ്റായിരുന്നു. ഞാനും കേക്ക് കൊടുത്തു, അമ്മയും കേക്ക് കൊടുത്തു, പിന്നെ മുഖത്തൊക്കെ തേച്ച് അതൊക്കെ അങ്ങനെ തന്നെയാണ്. അധികമൊന്നും ആക്കാൻ നിന്നില്ല, കഴിക്കുന്ന സാധനമാണ്, അങ്ങനെ വേസ്റ്റ് ആക്കാറില്ല. അങ്ങനെ പിന്നെ അങ്ങോട്ടോട് കേക്ക് കൊടുത്തു. പിന്നെ അച്ചമ്മനെ വിളിച്ചു. അച്ചമ്മ ഓൾറെഡി ഇന്നലെ കേക്ക് കഴിച്ചതാണ്. പിന്നെ ഇന്നും കേക്ക് കട്ട് ചെയ്യുന്ന അച്ഛൻ ചോദിച്ചാൽ ഇത് എന്താ ഇങ്ങനത്തെയൊക്കെ പരിപാടി, ഇന്നലെ ഒരു കേക്ക് കഴിച്ചാൽ എന്തായാലും കിട്ടുന്ന പോന്നോട്ടെ ചോദിച്ചാൽ അച്ചമ്മയും അടിച്ചു മാറി. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മളെ മെയിൻ സർപ്രൈസ് വരാനുണ്ടായിരുന്നു. അതിന് മുന്നേ നമ്മളെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. ഇതിൽ ഇവിടെ ഇട്ടേക്കുന്ന ഈ ഔട്ട്ഫിറ്റ് അമ്മ മേടിച്ചു കൊടുത്താണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് പൊളിഞ്ഞു നമ്മുടെ സർപ്രൈസ്. അവൾ നൈസായിട്ട് ഇവിടേക്ക് വന്ന സമയത്ത് കണ്ടുപോയി ഗൈസ്, അത് പൊളിഞ്ഞു. പിന്നെ അതായത് ഞാൻ എടുത്ത് കൈ കൊടുത്തു ആ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. അത് പൊളിയേണ്ടതല്ലായിരുന്നു. എൻ്റെ ഒരു കയ്യബദ്ധം. അങ്ങനെ ഈ ഒരു ഗിഫ്റ്റായിരുന്നു ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബനാനയുടെ ഷേപ്പിലുള്ള ഈ ഒരു ഡോള് പോലത്തെ സംഭവം, പിന്നെ ഹെയറിലിടുന്ന ഒരു ക്യാപ്പ് പോലത്തെ സംഭവം. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയ പിള്ളേർക്ക് കൊടുക്കുന്നതല്ലെന്ന്. എന്നെ സംബന്ധിച്ച് ഇവള് ചെറിയ കുട്ടി തന്നെയാണ്. ഇനി നമുക്കൊരു കുട്ടിയാവുന്നവരെ ഇവളാണ് എൻ്റെ കുട്ടി. അത് എല്ലാവരും അങ്ങനെ തന്നെ. ഇനിയിപ്പം പിന്നെ അവൾക്ക് ഇഷ്ടമുള്ളതാണല്ലോ മേടിച്ചു കൊടുക്കേണ്ടത്. പിന്നെ അവൾക്കത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതൊക്കെ കിട്ടി, അവളും ഹാപ്പിയായി. എനിക്ക് കൊടുത്ത സമയത്ത് മീൻസ് ഫസ്റ്റ് ബർത്ത്ഡേ ഒന്ന് അവളെ സ്പെഷ്യലാക്കണം എന്ന് എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവൾക്ക് കൊടുത്ത് ഞാനും ഹാപ്പിയായി. പിന്നെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. ഓൾറെഡി കുറേ ഷുഗർ കഴിച്ചുകൊണ്ട് കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അവളും ഞാനും പായസമൊക്കെ കുടിച്ചു. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി, സെറ്റായി. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോന്നു. സോ ഹൗ വാസ് ദ ബർത്ത്ഡേ? നന്നായിട്ടുണ്ടായിരുന്നു. ഫ്രം ടോപ്പ് ടു ബോട്ടം റേറ്റ് ദ ബർത്ത്ഡേ. അന്നേരം അങ്ങനെയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടലി ഇവിടുത്തെ ഫസ്റ്റ് ബർത്ത്ഡേ? അടിപൊളിയായിരുന്നു. എൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ കേക്ക് രാവിലെ അമ്പലത്തിൽ പോവും ചിലപ്പോൾ. പിന്നെ എന്താ ഉച്ചയ്ക്ക് അമ്മ ലീവാണെന്നുണ്ടെങ്കിൽ അമ്മ ലീവാണെന്നുണ്ടെങ്കിൽ സദ്യ ഉണ്ടാക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ രാത്രി മെയിനായിട്ട് കേക്ക് കട്ടിയും അങ്ങനെയൊക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഡ്രസ്സ്, പിന്നെ എൻ്റെ ബർത്ത്ഡേ എപ്പോഴും വരുന്നത് ഓണത്തിന് ശേഷമാണ്. അപ്പൊ ഓണത്തിനും കൂടെ ഡ്രസ്സ് എടുക്കും. ഓണത്തിനും ബർത്ത്ഡേക്കും കൂടെ ഒരുമിച്ച് ഡ്രസ്സ് എടുത്ത് തരും. അങ്ങനെ ഇവിടുത്തെ ബർത്ത്ഡേ ഇപ്പോ എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഫുള്ളും. ഞാൻ വിചാരിച്ച ഒന്നും ഉണ്ടാവില്ല, നമ്മളെ വീട്ടിലത്തെ പോലെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇവിടെ ഒന്നും. പക്ഷെ ഫുള്ളായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആപ്പുച്ചീന്റെ സർപ്രൈസ്, അമ്മേന്റെ സർപ്രൈസ്, ചേച്ചീന്റെ സർപ്രൈസ്. ചേച്ചിയായിരുന്നു ഫസ്റ്റത്തെ സർപ്രൈസ്. ഫുള്ള് സർപ്രൈസ് ആയിരുന്നു. തലേ ദിവസം ചേച്ചി സർപ്രൈസ് കൊടുത്തു. അന്നത്തെ ദിവസത്തേക്ക് അമ്മ ചുരിദാർ നേരത്തെ മേടിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഇന്ന് കുറച്ച് ബണ്ടിൽ ഓഫ് സർപ്രൈസസ് ഒരുക്കിയിട്ടുണ്ട്. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം എൻ്റെ അടുത്ത് പറഞ്ഞടി പ്രശ്നം എന്താണ് ഭയങ്കര ഇതാണ്, ടൈറ്റ് ആണ്, ഇപ്പോഴൊന്നും ഒന്നും ഇല്ല നെക്സ്റ്റ് ബർത്ത്ഡേക്ക്. അപ്പൊ ഞാൻ സാരില്ല, നമ്മൾ മനസ്സിലാക്കി നിൽക്കണല്ലോ. പിന്നെ പിന്നെ ഞാൻ സർപ്രൈസ് ഒക്കെ വന്നപ്പോ സോ ടോട്ടലി യു ആർ ഹാപ്പി. ദാറ്റ് ഈസ് വാട്ട് ഐ നീഡ്. അപ്പം എൻ്റെ എന്താ പറയാ, ഉള്ളതനുസരിച്ച് നമ്മൾ സെറ്റ് ആക്കിയെന്നുള്ളൂ. ഒരുപാടൊന്നുമില്ല. കാരണം നമ്മൾ ഈ മാക് ഒക്കെ എടുത്തപ്പോ അത്യാവശ്യം നല്ല മെയിനായിട്ട് നീ മാക് എനിക്ക് മാക്ബുക്ക് എനിക്ക് മേടിച്ചു. അതെ, പക്ഷെ ഞാനാണ് അധികം ഉപയോഗിക്കുന്നത്. ഇവക്ക് എഡിറ്റിംഗ് ഒക്കെ സെറ്റ് ആക്കാൻ വേണ്ടിട്ട് മേടിച്ചത്. ചെറുതായിട്ടൊക്കെ എഡിറ്റ് ചെയ്യും. പിന്നെ യൂട്യൂബ് അങ്ങനെ ഫിലിം കാണാം, അങ്ങനെയൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യും. And what you lack in this birthday? ഇതില് ഞാൻ മെയിനായിട്ട് മിസ് ചെയ്യുന്നത്, ഇപ്പൊ ഇന്നത്തെ പരിപാടി, ഇന്നൊക്കെ ആയിട്ടുള്ള ഈ പരിപാടിയിൽ മിസ് ചെയ്യുന്നത് എൻ്റെ ഫാമിലിനെയാണ്. എൻ്റെ അച്ഛൻ, അമ്മ, ബ്രദർ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാരണം എപ്പോഴും ഇത്രയും കാലം 24 വർഷവും ഞാൻ അവരുടെ കൂടെ ആയിരുന്നു ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നത്. ഇപ്പോ ഇവിടെയാണ്, അതായത് ഇപ്പൊ ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. അപ്പോ എന്താ പറയാ, വിഷമം എന്താ വെച്ചാല് അച്ഛനമ്മയെ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. സാരല്ല, നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ ശരിക്കും അവരും കൂടെ വേണമായിരുന്നു.
പക്ഷെ നമുക്കത് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ. എന്താ പറയാ, അവര് മോറോർലെസ് അവരെന്തായാലും ഇത് നാളിന്റെ സമയത്തായിരിക്കും അധികം അവര് ആഘോഷിക്കുക. അപ്പൊ അവര് മെയിനായിട്ട് അമ്പലത്തിൽ പോകണം, നമ്മളിവിടെ ഡേറ്റ് വഴിപാട്. ഓഫ് ബർത്ത് അവർക്ക് മെയിനായിട്ട് നാള് നോക്കണം, അമ്പലത്തിൽ പോകണം, വഴിപാട് കഴിക്കണം, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ അങ്ങനെ കേക്ക് ഗിഫ്റ്റ് അതിനോടൊന്നും വലിയ ഇതൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് അവരുടെ പ്രസൻസ് അത് മാത്രം അവിടെ ഇല്ലാതിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെ. പിന്നെ വീഡിയോ കോൾ ചെയ്തിരുന്നു, കുറെ പ്രാവശ്യം ഞാൻ വീഡിയോ കോൾ ചെയ്തിരുന്നു. അതുകൊണ്ട് ഒരു സമാധാനം. അവരതൊക്കെ കാണിച്ച് കേടാട്ടലൊക്കെ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, ഞാൻ വീഡിയോ കോൾ ചെയ്ത് അപ്പൊ എനിക്ക് ഇത്തിരി സമാധാനം ഉണ്ട്. അപ്പൊ അവര് ഹാപ്പി, ഞാനിവിടെ ഹാപ്പിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് ഹാപ്പിയാണ്. അങ്ങനെ അപ്പൊ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് മറ്റുള്ളവർക്ക് കൂടെ ഈ കുഞ്ഞു വ്ളോഗ് ചാനൽ അയച്ചു കൊടുക്കുക. സോ നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും Till then, take care. Bye.